ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. കൊപ്പ അമേരിക്കയുടെ 1-1 ഡ്രോ കൊളംബിയക്കെതിരെ നേടിക്കൊണ്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. കൊളംബിയയും യോഗ്യത നേടിയതാണ് ഓൾറെഡി. അപ്പോൾ 1-1 കളി അവസാനിച്ചത്. ഫസ്റ്റ് ഹാഫ് തന്നെ ആ 2 ഗോളുകളും വരുന്നു. ഫസ്റ്റ് ഗോൾ അടിച്ച് ലീഡ് എടുത്തത് ബ്രസീലാണ്. റഫീനയുടെ ഒരു കിടിലം ഫ്രീ കിക്ക് നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് മുനോസിലൂടെ കൊളംബിയ ഒരു ഗോൾ മടക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ഗോളുകളൊന്നും വരുന്നില്ല. 2 ടീമിനും ഈക്വലായിട്ട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മാച്ചിൽ. ആമിസ് റോഡ്രിഗസ് ആണ് മാൻ ഓഫ് ദ മാച്ച്. ആൾ ഈ ഒരു മാച്ചിൽ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഒരു ഫ്രീ കിക്കൊക്കെ കണ്ടു പോസ്റ്റിനടിച്ച് പോകുന്നത്. ആളാണ് ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച്. ഏതായാലും ബ്രസീലിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ ഉറുഗ്വയാണ്. ഒരു ടഫ് ഓപ്പണൻ്റാണ്. കാത്തിരുന്ന് കാണാം മറ്റൊരു ബ്രസീൽ അർജൻറ്റീന ഫൈനൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നത്. പിന്നെ യൂറോ കപ്പിൽ ഇന്നലെ തുർക്കിയും ഹോളണ്ടും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക്. ഹോളണ്ട് 3-0 കളി ജയിച്ചത്. ഒരു നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി ഹോളണ്ടിൻ്റെ ഭാഗത്തുനിന്നും. തുർക്കി 2-1 റാഗ്നിക്കിൻ്റെ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. തുർക്കിയുടെ ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്ന് ഒരു ക്രൂഷ്യൽ സേവ് ഇന്നലെ കാണാൻ പറ്റി. ആ ഒരു സേവ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഓസ്ട്രിയ ഒരു കംബാക്ക് നടത്തിയേനെ. ഏതായാലും കാത്തിരുന്ന് കാണാം തുർക്കിനി സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അവർക്ക് എന്നത്. പിന്നെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ഡിലൈറ്റിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫാബ്രിസിയോ ഒക്കെ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ആ ഡീൽ വളരെ ക്ലോസ് ആണ്. പേഴ്സണൽ ടേംസൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ. ഡിലൈറ്റുമായിട്ട് ഇപ്പോൾ ടോക്സിലാണ്. ആൾക്ക് സാലറിയുടെ കാര്യത്തിലൊന്നും ഒരു വിഷയമില്ല. അതുകൊണ്ട് ആ ഒരു പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബയേണുമായിട്ട് ഇപ്പോൾ ടോക്സ് നടത്തി കൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ്. 35 മില്യൺ പൗണ്ടിൻ്റെ ഒരു ബിഡാണ് യുണൈറ്റഡ് വെച്ചിട്ടുള്ളത്. ആ ഒരു തുകക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിസ്ക് ഉള്ളൊരു ഡീലാണ്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ ആൾ ക്ലിക്കാവാം. ആളൊരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് എന്നതിലൊരു ഡൗട്ടുമില്ല. ഏതായാലും പ്രീമിയർ ലീഗിൽ ആൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഡീലിങ്ങിനെ കുറിച്ച് നടക്കാനാണ് സാധ്യത. വൈകാതെ തന്നെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു വീണ്ടും എത്താം.